ഞങ്ങളുടെ റബ്ബേ, ഇന്നാ തഅനാ സാദതനാ വകുബറാഅനാ, ഞങ്ങൾ സയ്യിദന്മാരാന്ന് വിചാരിച്ച്, മുതിർന്നവരാണ്, ബഹുമാനിക്കപ്പെട്ടവരാണ്, സാദാതീങ്ങളാണ്, കുബറാക്കന്മാരാന്നൊക്കെ വിചാരിച്ച് ഇവരാണ് ദീനെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ച് അവർ പറഞ്ഞതെല്ലാം അനുസരിച്ച് ജീവിച്ചവരാണ്. ഫാദല്ലൂന സബീല, അവർ ഞങ്ങളെ പിഴപ്പിച്ചു റബ്ബേ. അപ്പോഴാ ബോധ്യപ്പെടുക. ഈ വാളും ഈ ആദർശ സമ്മേളനമൊക്കെ ഈ നാട്ടിൽ നടക്കുമ്പോൾ ഇവരെ മനസ്സിലെന്താണുള്ളത്? ഞങ്ങൾ നല്ലവരും ഈ പറയണോലൊക്കെ പഴച്ചവരാണെന്നുള്ള വാദയ്ക്കുണ്ടാവുക. ഇവിടെ പരലോകത്തെത്തുമ്പോൾ ഇവർ പറയാണ് ഫാദല്ലൂന സബീല, അവർ ഞങ്ങളെ വഴികേടിലാക്കി റബ്ബേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു വഴിയില്ല. അതുകൊണ്ട് റബ്ബേ, ശിക്ഷയുടെ ഈ ലോകത്ത് റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ്, ഞങ്ങളെക്കാൾ ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപത്തിന് അവരെ ഇരയാക്കണം. സൂറത്തു അഹ്സാബിന്റെ 65 മുതൽ 68 വരെയുള്ള ആയത്തുകളിൽ ശത്രുക്കളല്ല പ്രിയപ്പെട്ടവരെ, അവരുടെ സ്വന്തം മണികൾ അവർക്ക് വേണ്ടി എതിരായി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഈ ബോധ്യം നമുക്കുണ്ടാവണം. ഓരോ മാലമൗലിദ് കിതാബുകൾ വായിച്ചു നോക്കൂ നിങ്ങൾ. ഒരിക്കലും യോജിക്കാത്ത, ദീനിനോട് യോജിക്കാത്തവ എഴുതി കെട്ടിച്ചമച്ചുണ്ടാക്കി കുടുംബങ്ങളിൽ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. മഹാനായ മുഹയ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നതിൻ്റെ മുമ്പ് 3 പ്രധാനപ്പെട്ട കിതാബ് എഴുതി. ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ്, അൽ ഗുനിയ. നാട്ടിലൊരു മനുഷ്യന് കിതാബ് വായിച്ചിട്ടുണ്ടാവില്ല. എന്തേ? അത് മുഹയ്യിദ്ദീൻ ഷേഖ് ആദർശം എഴുതിയ പുസ്തകം. മുഹയ്യിദ്ദീൻ ഷേഖ് ജീവൻ കൊടുത്ത്, ദീനിനെ ജീവൻ കൊടുത്ത പണ്ഡിതനാണ്. ആയിരക്കണക്കിന് മനുഷ്യർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ദീനിനെ ഹയാത്താക്കിയ മനുഷ്യനാണ്. നല്ല പണ്ഡിതനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ വേറെ ചില ആളുകൾ എഴുതിയുണ്ടാക്കി കണ്ടുപരിചയം പോലുമില്ല. കുറേ വർഷങ്ങൾക്ക്, നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ചില ആൾക്കാർ എഴുതിയുണ്ടാക്കുകയാണ് കിതാബ്. ഖാദി മുഹമ്മദ് എഴുതിയുണ്ടാക്കി, സദഖത്തുല്ലാഹിൽ കാഹിരി വേറെ ഒന്ന് കുത്തുബിയത്ത് എഴുതിയുണ്ടാക്കി. എന്നാൽ മുഹയ്യിദ്ദീൻ ഷേഖ് കിതാബിൽ ചോദിക്കുന്നുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ കൽബിൽ ഒരുപാട് ആരാധ്യന്മാരെ വെച്ചിട്ട് എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണത്? ഇന്നാൾ രോഗം മാറ്റും, ഇന്നാൾ കുട്ടിനെ തരും, ഇന്നാൾ പ്രയാസം മാറ്റിത്തരും എന്നൊക്കെ വിശ്വാസമുണ്ട്. ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. എന്തിനാണത്? വലൈസ ശിർഖൻ തഅബുദൽ അസ്നാം, അൽ ഫുതൂഹുൽ ഗൈബിൽ പറയാണ്, ഷെയ്ഖ് എഴുതി വെക്കുകയാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കൽ മാത്രമല്ല ശിർക്ക്. വഅൻ തഖ്താറ മഅ റബ്ബിക ശൈഇൻ സിവാഹു ഫീ ഹാലത്തിൽ ബലിയ, നിന്റെ വിഷമഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹുവല്ലാത്ത ഒരു കേന്ദ്രത്തെ, വ്യക്തിയെ നീ ആശ്രയം കൊള്ളുന്നുവെങ്കിൽ അതിലും ശിർക്ക് വരുന്നതാണെന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കലണ്ടറിലല്ല. ഇത് എഴുതി വന്നിരിക്കുന്നത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് എഴുതിയ കിതാബിലാണ്. ഇജ്അൽ കൽബക മസ്ജിദാ, നിന്റെ കൽബിനെ നീ പള്ളിയാക്കി മാറ്റിക്കോ, അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന കൽബാക്കി മാറ്റിക്കോ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ലല്ലോ, ആ ഷെയ്ഖിനെ കുറിച്ചാണ് പിന്നീട് ഖാദിരിയ ത്വരീഖത്തുകാരൻ ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ 400 കൊല്ലം പഴക്കമുള്ള മുഹയ്യിദ്ദീൻ മാല എഴുതിണ്ടാക്കി. ഇത് നബിക്ക് പരിചയമല്ല, 400 കൊല്ലത്തിന് പഴക്കമുള്ളൂ ഇത്. എന്നിട്ട് ജീലാനി ഉറൂസുകളുടെ പേരിൽ നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താ? ഇത് പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അത് തെറ്റേ കൂടാതെ ചൊല്ലിയാൽ സ്വർഗത്തിൽ മാളിക കിട്ടുമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളോട് പോരിശയോടെ ഇത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുത്തുബിയത്തുകാരൻ സദഖത്തുല്ലാഹിൽ കാഹിരി, കായൽ പട്ടണത്തുകാരൻ, അദ്ദേഹം കുത്തുബിയത്ത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ വാക്കുകളുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കുത്തുബിയത്ത് പാരായണം ചെയ്യുന്നതിൻ്റെ മുമ്പ്, പലരും പല വീട് താമസത്തിന് മുമ്പ്, നാട്ടിൽ വീട് താമസത്തിൻ്റെ മുമ്പ് തലേ ദിവസത്തെ പരിപാടി, മക്കൾ ഗൾഫിൽ പോകുന്ന സമയത്ത് എന്തെല്ലാം വിശ്വാസത്തിലാണ് കുത്തുബിയ്യത്ത് ചൊല്ലുന്ന വ്യക്തി. ആ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് വുളു ഉണ്ടാക്കി 12 റക്അത്ത് നമസ്കരിച്ച് ഫാത്തിഹയും ഇഖ്ലാസും ഓതിയതിന് ശേഷം ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നാ പഠിപ്പിക്കുന്നത്. 12 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം കുത്തുബിയ്യത്ത് തുടങ്ങാൻ. എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്താ വിളിക്കുന്നത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി, എൻ്റെ സഹായമേ, എൻ്റെ അവലംബമേ, എൻ്റെ ആശ്രയമേ, ഖുദ് ബിയദി മദാ മദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹയ്യിദ്ദീനി, മുഹയ്യിദ്ദീനെ ഞങ്ങളെ സഹായിക്ക്, വേറെ ആരും ഞങ്ങൾക്ക് സഹായിക്കാനില്ല.
ലൈറ്റ് ഓഫ് ആക്കിയതുകൊണ്ട് പറയണ കാര്യം തെറ്റാവൂലല്ലോ, ശരിയായി വിശ്വസിക്കുകയാണ്. ആരെങ്കിലും 1000 തവണ ഷെയ്ഖിന്റെ പേര് വിളിച്ച് ആത്മാർത്ഥമായി ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വിളിച്ചാൽ ഫല്യദുഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യദ്ദീനി. ഇത് ഷെയ്ഖല്ല, സദഖത്തുല്ലാഹിൽ കാരി എഴുതിണ്ടാക്കിയപ്പോൾ പറഞ്ഞാണ് 1000 തവണ വിളിച്ചോളി, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ശരിക്ക് അള്ളാഹുവിനോട് പറയേണ്ട സങ്കടങ്ങളെ ഒരു മനുഷ്യനിലേക്ക് നീട്ടാൻ പറയുകയാണ്. ഇനി മാത്രമല്ല, മലയാളത്തിലും ഇത് കൊടുത്തു. കാലൻ അസ്റായീൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹയ്യുദ്ദീൻ കാവേലിയിലേകല്ലാ. മരിക്കുമ്പോ ഞങ്ങൾക്ക് പുറപ്പെട്ടാൽ സുൽത്താൻ മുഹിയുദ്ദീൻ കാവേലിയിലേകല്ലാ. സൂറ് വിളി കേട്ടിട്ട് പരലോകത്തേക്ക് ഓടിക്കതച്ച് പോകുമ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കാവലി ഞങ്ങൾക്ക് തരണം. ഇത് പറയുകയാണ് ഖുതുബിയത്തുകാരൻ, കുത്തറാത്തീബുകാരൻ റിഫായി ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ശരീരത്തിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കുടുംബങ്ങൾ പണം കൊടുക്കുകയും വിശ്വാസം അർപ്പിക്കുകയും തവക്കുലാക്കുകയും ചെയ്യുന്നത് ഒരു ഷെയ്ഖിലാണ്, റിഫായി ഷെയ്ഖിലാണ്. കുത്തറാത്തീബ് എന്ന് പറയുന്ന സാധനം കൊണ്ട് നടക്കുന്നവരും അതിൻ്റെ അപകടം ശരിക്ക് തിരിച്ചറിഞ്ഞോളുക. അങ്ങനെ മരണപ്പെട്ടു പോയ നല്ലവരായവരോ അല്ലെങ്കിൽ അറിയപ്പെടുന്നവരെ പേര് ചേർത്തുകൊണ്ട് അവരൊക്കെ മഹാന്മാരാണ്, അവരോടൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. നമ്മളൊക്കെ പാപികളാണ്, സാധുക്കളാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളൊന്നും ഡയറക്റ്റായി അള്ളാഹിനോട് പ്രാർത്ഥിക്കരുത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ യൂട്യൂബിൽ നടന്ന പ്രസംഗങ്ങൾ അടിച്ചു. ഒരു മനുഷ്യൻ അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, അതൊക്കെ പിഴച്ച വാദമാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. പകരം ആരോടാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? മരിച്ചവരോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ മരിച്ചില്ലേ, അവരുടെ എല്ലാ കഴിവും കഴിഞ്ഞില്ലേ, അങ്ങനെ വിശ്വസിക്കണ്ട എന്നാണ് സമസ്തയുടെ നേതാവ് എൻ അലി മുസ്ലിയാർ എഴുതുകയാണ്. മരണാനന്തരം മനുഷ്യന്റെ സർവ്വ കഴിവുകളും നശിക്കുന്നു എന്നത് മുശ്രിക്കുകളുടെ വാദമാണ്. മരിച്ചാൽ എല്ലാ കഴിവും, ഭക്ഷണം കഴിക്കുക, ഇരിക്കുക, നടക്കുക, ഉറങ്ങുക, ഇതൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് വിശ്വസിച്ചാൽ മുശ്രിക്കുകളുടെ വാദമാണ്. അതുതന്നെയാണ് മുജാഹിദുകളുടെയും വാദം. എന്നാൽ മരണാനന്തരം മനുഷ്യന്റെ കഴിവ് നശിക്കുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാ പിന്നെ ഈ പണിക്ക് വെറുതെ കുളിപ്പിച്ച് കൊണ്ടുപോയി കിടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇത്ര കഴിവ് കൂടുന്ന പരിപാടിയാണെങ്കിൽ അതിന് മരണം എന്ന് പറയാൻ പാടില്ലല്ലോ. എല്ലാ കഴിവും കൂടാൻ പോവുകയാണെന്നാണ് മരിച്ചാൽ. എന്തുകൊണ്ടാണ് ഇത്ര പിഴച്ച വാദങ്ങൾ ദീനിലില്ലാത്തത് പറയേണ്ടി വന്നിരിക്കുന്നത്? ഒരു സഖാഫി തൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കാൻ, ഹെഡിങ് മാത്രം ഒന്ന് വായിച്ചു നോക്ക്. കഴിവുകൾ മരണശേഷം. മരിച്ചവർ കാണുന്നു. അടുത്ത ഹെഡിങ് നോക്ക്. മരിച്ചവർ കേൾക്കുന്നു, മരിച്ചവർ സഹായിക്കുന്നു, മരിച്ചവർ സംസാരിക്കുന്നു, മരിച്ചവർ നിസ്കരിക്കുന്നു, മരിച്ചവർ സഞ്ചരിക്കുന്നു, മരിച്ചവർ ഭക്ഷിക്കുന്നു, മരിച്ചവർ സംവദിക്കുന്നു. എല്ലാ പണിയുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഖബറടക്കം എന്ന് പറഞ്ഞ പരിപാടി? എന്തിനാണ്? ഇസ്ലാമിക ആദർശ ഡയറി എന്ന പുസ്തകത്തിൽ ഇസുദ്ദീൻ കാമിൽ സഖാഫിയാണ് ഈ നാട്ടുകാർക്ക് പഠിക്കാൻ വേണ്ടി പേരും കൂടി പറയാണ്. ആ പുസ്തകത്തിൻ്റെ ഹെഡിങ്ങാണിത്. സമസ്തയുടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതി വെക്കുകയാണ്, ഒരു മനുഷ്യൻ മരണത്തോടെ എല്ലാ കഴിവുകളും മുറിഞ്ഞു പോകുമെന്ന വിശ്വാസം ഭീകരമായ അപകടമാണ്. ഈ പറച്ചിൽ തന്നെയാണ് വലിയ അപകടം, ഭീകരമായ അപകടമാണ്. മരിച്ചുപോയാൽ ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ തത്വം എന്ത്? മരിച്ചുപോയവർക്ക് ഇരിക്കാനും നിൽക്കാനും പിടിക്കാനും നോക്കാനും കഴിയും, പരസ്പരം ബന്ധപ്പെടാനും സാധിക്കും. ഫോൺ വിളിക്കും, കല്യാണക്കാര്യങ്ങൾ അന്വേഷിക്കും, കുട്ടികൾ വിരുന്ന് പോകുമ്പോൾ ചോദിക്കും, എല്ലാം നടക്കും. എന്നാലോ ഒരു മരിച്ചു എന്ന് പറയാനോ, മരിച്ചു എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. ഈ വിശ്വാസം കൊണ്ടാണ് മനുഷ്യരെ ഖബറിങ്കലേക്ക്. നിങ്ങളുടെ പ്രയാസം, കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടോ, മോൾ എന്തെങ്കിലും പ്രയാസമുണ്ടോ, ദാമ്പത്യത്തിൽ വിഷമങ്ങളുണ്ടോ, വീട്ടിലെന്താ ഒരു സുഖമില്ലായ്മ, നിങ്ങൾ ഇന്ന ഖബറിങ്കലേക്ക് പോയിക്കോളൂ, നേരെ അവിടേക്ക് വിടുക. നമ്മൾ എന്തിനാ ഈ ഖബർ സന്ദർശിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്? എന്തിനാ? ആഗ്രഹം നടക്കാനാണോ? കടം വീടാനാണോ? പ്രയാസം മാറാനാണോ? സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കാനാണ്, മരണം ചിന്തിക്കാനാണ്. ആ ഖബറിങ്കലേക്ക് പോകുന്നത് ഖബർ സിയാറത്ത് ചെയ്യാനും സ്വന്തം പരലോകം ഓർക്കാനും മരിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടിയാണ്.
അതുകൊണ്ട് തന്നെ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾ ആ ഖബറുകളെ കൃത്യമായി കൊണ്ട് സന്ദർശിക്കുന്നതിൻ്റെ നേട്ടം അതായിരിക്കും. മാത്രമല്ല നബി തങ്ങൾ പോലും മരിക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ വാക്കുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനാ, എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റല്ലേ. ഖബർ ആരാധിക്കുക, അതിലുള്ള വ്യക്തിനെ ആരാധിക്കുക, അതിലുള്ള ആളുകളെ പൂജിക്കുക, അതൊരിക്കലും ചെയ്യല്ലേ. മരിക്കുന്നതിൻ്റെ 3-5 ദിവസങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ. ഒരു നേതാവിനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ആ നേതാവ് മരിക്കണതിന് മുമ്പ് പറഞ്ഞെങ്കിലും നമ്മൾ കേൾക്കൂലേ? 5 ദിവസം മുമ്പ് പറയാണ്, യഹൂദി നസ്രാനികളെ ശപിച്ചിരിക്കുന്നു, അവര് അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി. ഒന്നാലോചിച്ച് നോക്കി, ഭീമാപ്പള്ളി മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് ഉള്ളാൾ വരെയുള്ള ദർഗകളുടെ ചരിത്രം വായിച്ചു നോക്കിയും അമ്പിയാക്കന്മാരെ ഖബറുകൾ പോണത്. അതുപോലും എത്ര അപകടം. അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി അവർക്ക് ശാപെന്ന പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആണും പെണ്ണും സിയാറത്ത് ചെയ്യാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന വഴിക്ക് മാട്ടായിൽ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ട ക്യൂ ആണ്, ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആണും പെണ്ണൊക്കെ ഉണ്ട്. എന്തിനാണ് അവിടെ പോണത്? പരലോകം ഓർമ്മിക്കാനാണോ? പരലോകം ചിന്തിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ അവിടെ ഹൽവ കച്ചവടം? അവിടെ എന്തിനാ ബലൂൺ കച്ചവടം? അവിടെ എന്തിനാ തൈലക്കുപ്പി കച്ചവടം? അവിടെ എന്തിനാ ലൈറ്റ് ഇട്ട് അലങ്കരിച്ചിരിക്കുന്നത്? ഭയങ്കര കല്യാണ വീട് പോലെ ആഘോഷാക്കിയിട്ടുണ്ടല്ലോ. അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റല്ലേ. ഈ മാട്ടായിലും ഈ പട്ടാമ്പിയിലും കൊണ്ടോട്ടിയിലും ഒക്കെ നടക്കുന്ന ഖബറുത്സവങ്ങളിൽ ആഘോഷമല്ലേ നടക്കുന്ന. ആനയും അമ്പാരിയും ഗാനമേളയും ഡാൻസും അത് കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളും ഉത്സവ പറമ്പാക്കി മാറ്റുന്നത് ഏതാ? ഖബറിനെ. ഈ ഖബർ ഉത്സവങ്ങളുടെ അവസ്ഥ എന്താണ്? ആലോചിച്ച് നോക്കി. നമ്മളെ കുടുംബത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകളൊക്കെ ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറയാണ്, സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ടവർ ആരാണ്? ഇന്ന മിൻ ശിറാരിന്നാസി മൻ തുദ്രികുഹു സ്സാഅതു വഹും മഹ്യാ വമൻ യത്തഖിദിൽ ഖുബൂറ മസാജിദാ. ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നവരാണ് ദുനിയാവിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും ശർറായ മനുഷ്യന്മാര്. അങ്ങനെ എന്തും ഏലസ്, അതുപോലെ തന്നെ ഐക്കല്ല് കെട്ടി നടക്കുന്നവർ, ആരെങ്കിലുമൊക്കെ തുപ്പിയ വെള്ളം കുടിച്ച് നടക്കുന്ന ആളുകൾ, അതുപോലെ തൻ്റെ പ്രതിസന്ധികളും വിഷമം മാറാൻ ജ്യോത്സ്യന്മാരിലും തങ്ങന്മാരിലും സിദ്ധന്മാരിലും എന്തിന് ദിവ്യഗർഭമുണ്ടാക്കാൻ വരെ പോയി ചെന്നുകൊടുത്ത് അതിൻ്റെ പീഡന കഥകൾ വായിച്ചിട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളം. ഇതൊക്കെ വലിയ മാരകമായ ശിർക്കിൻ്റെ വിവിധങ്ങളായ വേർഷനുകളായി നമ്മുടെ കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാതെ ഒരു സമ്മേളനം പൂർത്തിയല്ല എന്നതുകൊണ്ട് പറയാ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണം, വലാ തുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. ശിർക്ക്. അള്ളാഹു തരുന്ന നേട്ടങ്ങൾ വേറൊരാൾ തരും. അള്ളാഹ് രോഗം മാറ്റുന്നത് പോലെ ഇന്നയാൾ രോഗം മാറ്റും. അള്ളാഹു തആല നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുന്ന പോലെ ഇന്നോർത്ത് ചെന്നാൽ നമ്മളെ പ്രയാസം മാറ്റിത്തരും എന്ന് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കല്ലേ. ഇന്ന ശിർക ലദുൽമുൻ അദീം. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെയേറെ ഒരുപാട് പണ്ഡിതന്മാരുടെ സംസാരം കേൾക്കാനും നിരവധി ആളുകൾക്ക് ഇതിൻ്റെ ഭാഗമായി മുൻപും വീടുകളിൽ കയറി ദഅ്വാ സന്ദേശങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രചോദനമായതാണ്. ഒരു ചെറിയ ബോക്സ് നമ്മുടെ അരികിലൂടെ വരും. സ്വതക്കയായിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന് അകമഴിഞ്ഞുകൊണ്ട് നമ്മളാൽ കഴിയുന്നൊരു വിഹിതം ഈ ഒരു സംരംഭത്തിന് ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് നല്ല പ്രാർത്ഥനയോടുകൂടി നൽകണമെന്ന് കൂടെ ഓർപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിത മേഖലകളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, സാധാരണ ഒരു വാക്ക് പോലെ നിങ്ങൾ ശിർക്കിനെ കാണരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, വലിയ അപരാധമാണ് ശിർക്ക് എന്ന് പറയുന്നത്. കൊലപാതകത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, പലിശയേക്കാൾ വലുതാണ് ശിർക്ക്. ഇവിടെ 100 മനുഷ്യനെ കൊന്ന ഒരാളെ നമ്മൾ സമ്മതിക്കോ? അയാൾ നല്ലവനെന്ന് പറയോ? ഇല്ല. അതിനേക്കാൾ ഗൗരവമാണ് ശിർക്ക് ചെയ്യുന്നത്. 7 മഹാപാപങ്ങളിൽ ഒന്നാമത് എണ്ണി പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്. പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമൊക്കെ, എന്ത് ഇങ്ങനെയൊക്കെ പറയണത് എന്നൊക്കെ ചോദിക്കും. ഇത് പറയാതെ പോകല്ലേ. ഇത് ശിർക്ക് ഏറ്റവും വലിയ അപകടകാരിയായ വസ്തുവാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മ, രാത്രി നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ട്,
ഹജ്ജിന് പോയിട്ടുണ്ട് 8 ലക്ഷം മുടക്കിയിട്ട്, ഇടക്കിടക്ക് 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്ത് ഉംറക്ക് പോയിട്ടുണ്ട്, കുടുംബസമേതം ഇഅ്തികാഫിരിക്കാൻ ഹറമിൽ പോയിട്ടുണ്ട്. പക്ഷേ ശിർക്ക് ചെയ്തവനാണെങ്കിൽ ലയഹ്ബതുന്ന അമലുക, നിന്റെ അമല് പൊളിഞ്ഞു പോകും. പോയി. സ്വർഗം കിട്ടണം വിചാരിക്കുന്നുണ്ടോ? ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമായി. സ്വർഗം പോയി. അള്ളാഹ് പൊറുക്കാത്ത പാപങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഇനങ്ങളായി വരുന്ന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, ബലികർമ്മങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക, നേർച്ച വഴിപാടുകൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക, സത്യം ചെയ്യുന്നത് പോലും അള്ളാഹു അല്ലാത്തവരുടെ പേരിലാവുക. അതിൻ്റെ എന്തൊക്കെ ഇനങ്ങൾ വരുന്നുണ്ടോ, ജ്യോത്സ്യന്മാർ, ശകുനം നോക്കൽ, ദിവസം നോക്കൽ, പരിപാടിയൊക്കെ അങ്ങനെ ഓരോന്ന് എണ്ണിക്കോ. നമ്മളാരും സ്വന്തം ഉണ്ടാക്കിയതല്ല. 14 നൂറ്റാണ്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നതൊക്കെ ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും വലിയ പാപം ഏതാണെന്നറിയോ? അൽ ബിദ്അ. ദീനിലില്ലാത്തത് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുക. ദീനിലില്ലാത്ത സ്വലാത്ത്, ദീനിലില്ലാത്ത ദിക്റുകൾ, ഇസ്ലാമിൽ ഉള്ളത് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുമോ? എന്നാൽ 100, 200, 300 കൊല്ലം പഴക്കമുള്ള ഓരോരുത്തരും ഓരോ ദിക്റുണ്ടാക്കുക, ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഓരോരുത്തർ വെള്ളം കൊണ്ടുപോയി വെക്കുക, ചിലയിടത്ത് ചന്ദനത്തിരി കത്തിച്ചേക്കുക, ചിലയിടത്ത് പൈസ കൊണ്ടുപോയി കൊടുക്കുക, എന്തൊക്കെയോ ഉണ്ടാക്കി ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു, വയ്യാക്കും മുഹദസാത്തുൽ ഉമൂർ, ദീനിൽ പുതുതായി അവനവന്റെ വകയായി ഉണ്ടാക്കുന്നത് സൂക്ഷിച്ചോളൂ. ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദ്അ, ദീനിൽ ഉണ്ടാക്കുന്ന ബിദ്അത്തുകളായ പുതിയതായി ഉണ്ടാക്കുന്നതൊക്കെ പുത്തനാശയങ്ങളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്തായിരിക്കും. നിസ്കാരല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇന്നത്തെ സുബഹി 3 റക്അത്ത് നിസ്കരിക്കാൻ ധൈര്യമുണ്ടോ? നിസ്കാരല്ലേ, ഒരു സുജൂദ് അധികം കിട്ടല്ലേ? അത് പറ്റൂല. എന്താ പറ്റാത്തത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പഠിപ്പിച്ചത്.